സിദ്ദിഖ് വിമർശനങ്ങളാണ് ആദ്യം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് തോന്നുന്നു. ഞാൻ സിദ്ദിഖിനൊരു 6 വർഷം മുമ്പ് കാര്യമായിട്ടൊന്ന് വിമർശിച്ച് വിട്ടതിൻ്റെ പേരിൽ സിദ്ദിഖ് ഇന്ന് മാന്യമായി ജീവിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, സിദ്ദിഖിന് ഒരുപാട് വർഷമായിട്ട് അറിയാം. കൊച്ചേട്ടൻ്റെ ഓഫീസിൽ വരുന്ന കാലത്ത് ഒരു സിനിമാ അഭയാർത്ഥിയായി ഈ നഗരത്തിൽ ഞാൻ വന്ന സമയത്ത് സുനി അവരെല്ലാം ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് വരികയും സിനിമാ സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെയായിരിക്കാം അദ്ദേഹം എന്നെ ഗുരു സ്ഥാനീയനായിട്ട് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അതല്ല കാര്യം. ഒരു 5-6 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, സാർ എവിടെയുണ്ട്, അത്യാവശ്യമായി കാണണം. അപ്പം ഞാനൊരു കാര്യമായ തിരക്കിട്ട എഴുത്തിലാണ്. അപ്പോൾ അങ്ങനെ കോഴിക്കോട്ട് അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് സാറിന് വെച്ചൊരു പടം സംവിധാനം ചെയ്യണം, ഞാൻ നിർമ്മിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്താ വേണ്ട? സാറ് പറയുന്നവരാണ് കലാഭവൻ മണിയെ വെച്ച് എൻ്റെ അടുത്തൊരു കഥ എഴുതുന്നത്. ഞാൻ നല്ലോണം കണക്കറ്റ ചീത്ത പറഞ്ഞു, കണക്കിന് ചീത്ത പറഞ്ഞു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ സമയത്ത് സത്യത്തില് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കായിരുന്നു. അന്നേരം എന്താണ് അങ്ങനെ പറയാൻ തോന്നിയത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വളരെ സീരിയസ് ആണ്. നിനക്ക് വേറെ പണി പോയി നോക്കിക്കൂടെ, എന്നെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇയാൾ വലിയ വിഷമത്തിൽ പോയി. ഇയാൾ വേറെ ആരുടെയൊക്കെ അടുത്ത് പോയെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. പക്ഷെ അതൊന്നും ശരിയായി വന്നില്ല. അപ്പൊ എന്തായാലും സിദ്ദിഖ് വലിയ സന്തോഷമായി. കാര്യം റസാഖപ്പോലുള്ള മികച്ച മലയാള സിനിമകളുടെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കളുള്ള ഒരാളായ, എഴുത്തുകാരനായിട്ടുള്ള, സാംസ്കാരിക നിലപാടുകൾ, ഉറച്ച നിലപാട് എടുക്കുന്ന റസാഖപ്പോലുള്ള ആളുകൾ അഭിനന്ദിച്ച് തന്നെ വലിയൊരു ഓസ്കാറിന് തുല്യമായിട്ടാണ് സിദ്ദിഖിന് കിട്ടിയ ഓസ്കാർ. എന്തായാലും ഒരു ആശയം, ഒരു കലാകാരൻ്റെ ഒരു ആശയം, കലാരൂപം ഏതുമാകട്ടെ, അവൻ്റെ ആശയം പറയാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ കലാരൂപത്തിലൂടെ അത് പ്രകാശിപ്പിക്കാൻ അവന് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ സിനിമ പലപ്പോഴും ഇന്ന് വലിയവർ ചെയ്യുന്ന കുട്ടിക്കളി നമ്മുടെ മുന്നിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ വെച്ചിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കളി ഇവിടെ ഞങ്ങൾ 2 മണിക്കൂറുള്ള 1 മിനിറ്റ് ഇവിടെ പിടിച്ചിരുത്താൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ്. എന്തായാലും സിദ്ദിഖിന്റെ ഈ ചിത്രത്തിന് ഉത്തരവാദിത്തങ്ങൾ കുറേയേറെ എൻ്റെ തലയിൽ വെച്ച് തന്നിട്ടുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പം പുരുഷേട്ടൻ നേരത്തെ സംസാരിച്ചു, റസാഖായിട്ട് സംസാരിക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് എത്തിച്ച് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിച്ച് ആളുകളൊക്കെ ഇത് കാണുന്ന രീതിയിലേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും ആ രീതിയിലൊക്കെ കൊണ്ടുവരണം. എന്തായാലും ഒരിക്കൽ കൂടി ഇങ്ങനൊരു വിരുന്ന് ഒരുക്കിയതിന് സിദ്ദിഖിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ആ സിനിമ താങ്കൾ തന്നെ അടുത്ത് ഡയറക്റ്റ് ചെയ്യണം. താങ്കൾ അടുത്ത സംരംഭം അതാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.